ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയും ധർമ്മനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുകന്യ പറയും, ഈ വീട്ടിലെ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ ഞാനായിട്ട് അങ്ങ് പൊയ്ക്കോളാം, അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറയാം. എന്തേലും പറയുമ്പോൾ തന്നെ വീട്ടിലേക്ക് പിണങ്ങി പോകാനാണെങ്കിൽ നിനക്ക് അതിനേ നേരം കാണുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ മനസ്സിലാക്കാറുണ്ടോ എന്ന് ധർമ്മം ചോദിക്കുക. ഞാൻ എന്ത് മനസ്സിലാക്കുന്നില്ലെന്നാണ് ധർമ്മേട്ടൻ പറയുന്നത്. ഞാൻ എന്നോട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും തിരിച്ചും. എന്നോട് സ്നേഹത്തിലാണെങ്കിൽ അതേ സ്നേഹം തിരിച്ചു നൽകാനേ എനിക്കും അറിയാം. എന്നാൽ എന്നോട് ദേഷ്യമാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ദേഷ്യം കാണിക്കാനും എനിക്കറിയാം എന്ന് പറയാം. നിനക്ക് വീട്ടിൽ ആരോട് വേണമെങ്കിലും നീ ദേഷ്യപ്പെട്ടോ, അവരൊക്കെ നിന്നോടത് ക്ഷമിച്ചെന്നും ഇരിക്കും. ദയവ് ചെയ്ത് നീ അളിയനോട് മാത്രം ദേഷ്യപ്പെടരുത്. ഒന്നുമില്ലേലും എന്തോരം പ്രായമുണ്ട്, നിന്റെ അച്ഛനാവാൻ പ്രായമുള്ള മനുഷ്യനല്ലേ. ഈ വീടിൻ്റെ ഗൃഹനാഥൻ അളിയനാ. അളിയനെ എതിർത്ത് ഇവിടെ ആരും ഒന്നും ചെയ്യാറുമില്ല. ആ സ്ഥലത്ത് നീ ഇന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞേ എന്ന് ചോദിക്കുക. എന്തു പറഞ്ഞെന്ന്? ഞാൻ കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ബാലേട്ടൻ പറയുന്ന എല്ലാം കേട്ടാ നിങ്ങളൊക്കെ ഇങ്ങനെയായി പോയത്. ഒരാൾ പറയുന്ന അനുസരിച്ച് നിയന്ത്രിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതിലൂടെ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ സുകന്യ പറയാം. പിന്നെ ഇവിടെ എല്ലാ മുറിയിലും AC പിടിപ്പിക്കണം. AC-യുടെ ഒരു കുറവ് ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അതാവുമ്പം ദേഹം എന്നൊക്കെ തണുക്കും, തലയും തണുക്കും. അന്നേരമേ നിങ്ങളുടെ ബാലനളിയനും കുറച്ച് വിവരം വെക്കും എന്ന് സുകന്യ പറയാം. ദേ സുകന്യെ, ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ഇന്ന് തന്നെ നീ ബാലേട്ടനോട് എന്തൊക്കെ തറുതലകളാണ് പറഞ്ഞേ? ഞാനെന്ത് തറുതല പറഞ്ഞെന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്നോട് കൃഷ്ണമംഗലത്ത് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ബാലേട്ടന് എന്ത് അധികാരമാണ് ഉള്ളത്? അല്ല, ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യണമെന്ന്? എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും. അതിന് എന്നെ എതിർക്കാൻ ബാലേട്ടനെന്നല്ല ഈ വീട്ടിൽ ആരും ശ്രമിക്കാൻ നിൽക്കണ്ട എന്ന് പറയാം. എൻ്റെ സുകന്യെ, നമ്മൾ നിൽക്കുന്നത് ദേവമംഗലത്തല്ലേ? അപ്പം നമ്മുടെ വീട് ഇതല്ലേ? ഇവിടെ ഉള്ളവരോട് വേണ്ടേ നമ്മൾ കൂറ് പുലർത്താൻ? അല്ലാതെ കൃഷ്ണമംഗലത്തുള്ളവരോടാണോ? അന്ന് തന്നെ നീ കണ്ടതല്ലേ കല്യാണത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരായിട്ടുണ്ടാക്കിയത്. എന്തുമാത്രം എൻ്റെ അളിയൻ അപമാനപ്പെട്ടു. അതൊക്കെ എൻ്റെ മനസ്സിൽ എന്നും കാണണം. എൻ്റെ ഭാര്യയാകുമ്പം നീയും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പെരുമാറാൻ എന്ന് ചോദിക്കാം. അന്നേരം നമ്മുടെ സുകന്യ പറയും, എനിക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല. ധർമ്മേട്ടൻ ഒരു കാര്യം മറന്നു പോകുന്നു. കൃഷ്ണമംഗലത്തെ രാജശ്രീ ചേച്ചിയുടെ ബന്ധുവാണ് ഞാൻ. അവർ കാരണമാണ് നിങ്ങൾക്കൊരു കല്യാണം വരെ നടന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയായി ഇന്ന് ഈ റൂമിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാ? കൃഷ്ണമംഗലത്തുള്ളവർ. എനിക്ക് അവരോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഇഷ്ടമാണ്. ഈ വീട്ടിലെക്കാളും സ്വസ്ഥത എനിക്ക് അന്നേരം കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനിയും ഞാൻ അവിടെ പോവുകയും ചെയ്യും, അവരോട് ഇടപഴകുകയും ചെയ്യും. അതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കണ്ണും പൂട്ടി നടന്നോട്ടെ, അല്ലാതെ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കാതിരിക്കുമായിരിക്കും നല്ലത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ടങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ സുകന്യ. അപ്പം ധർമ്മനാണ് ആകെ നിസ്സഹായനായിട്ട് നിൽക്കുക. ഇവളുടെ ഈ സ്വഭാവം വെച്ച് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ ഈശ്വര എന്ന് പറയുകയാണേ. അതേസമയം പുറത്ത് നമ്മുടെ ബാലനും ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവിടേക്ക് ഗോമതി ചെല്ലുക. അപ്പം ബാലൻ പറയും, ആ പെണ്ണിൻ്റെ സ്വഭാവ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവൾ നോക്കുന്നത് എന്നൊക്കെ പറയാം. എൻ്റെ ബാലേട്ടനൊന്ന് ക്ഷമിക്ക്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ മുതിർന്നവരൊക്കെ പറയുന്നതും കേട്ട് അതേപടി അനുസരിച്ച് ജീവിക്കുന്ന വളരെ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. സുകന്യ ഏതോ ചുറ്റുപാടിലാണ് ഇങ്ങോട്ട് വന്നെന്ന് ബാലേട്ടനും അറിയാലോ. നമുക്കാർക്കും അവളെ പറ്റി ഒന്നും അറിയത്തില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവരുടെ കല്യാണം കഴിഞ്ഞ്. ഈ വീടുമായിട്ടും ഇവിടെ ഉള്ളവരോടും ഒക്കെ ഒന്ന് ഇടപഴകാനും ഇവിടെ ഉള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ അവൾക്കൊന്ന് സമയം കൊടുക്ക്. അതുവരെ ബാലേട്ടനെങ്കിലും ക്ഷമ കാണിക്കണ്ടേ എന്ന് ചോദിക്കുക. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലന് അതിൻ്റെ ഒരാവശ്യമില്ല. ആരുടെ ഭരണത്തിന് കീഴത്തിലല്ല ഞാൻ ഇതുവരെ ജീവിച്ചത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ സമാധാനത്തോടെ ജീവിച്ചേ. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരുത്തിയും ഞാൻ സമ്മതിക്കില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ വിള്ളലുകളുണ്ടാവും. ഇന്ന് തന്നെ ഞാൻ ധർമ്മനെ വിചാരിച്ച ഇത്രയും ക്ഷമ കാണിച്ചത്. ഇനിയും ഇത് തുടർന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഇങ്ങനെ പോയാൽ ബന്ധങ്ങളൊക്കെ ഞാൻ മറക്കും. മുഖത്തടിച്ച പോലെ തന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്യും എന്ന് ബാലൻ പറയാം. എൻ്റെ ബാലേട്ടന് സുകന്യെ പോലെ തുടങ്ങാതെ. ബാലേട്ടൻ ആരാ? ഈ വീടിൻ്റെ ഗൃഹനാഥൻ, ഇവിടുത്തെ കാരണവർ. ബാലേട്ടൻ വേണ്ടേ മറ്റുള്ളവരുടെ കുറവുകൾ കൂടി പരിഹരിച്ച് ഈ കുടുംബത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആള്. ആ ബാലേട്ടൻ തന്നെ കൊച്ചു കുട്ടികളെ പോലെ ദേഷ്യവും മനസ്സ് വെച്ച് പെരുമാറിയാൽ എങ്ങനെ ശരിയാകും? സുകന്യയ്ക്ക് കുറച്ച് സമയം കൊടുക്ക്. ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് അവളൊന്ന് ഇണങ്ങട്ടെ. അത് കഴിയുമ്പം പതിയെ അവൾക്ക് മാറ്റം വന്നോരും എന്ന് നമ്മുടെ ഗോമതി ബാലനോട് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം
ബാലൻ പറയും എനിക്ക് തോന്നുന്നില്ല, അവളുടെ എടുത്തടിച്ചുള്ള രീതികൾ കണ്ടില്ലേ എന്ന് ബാലൻ വീണ്ടും പറയുക. അവൾ ഉള്ള കാര്യമല്ലേ ബാലേട്ട പറഞ്ഞത്. ഓ, ഉള്ള കാര്യമോ പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെയാണോ പറയണ്ടേ? സമാധാനത്തോടെ പറയാൻ മനസ്സിലാകുന്ന ആൾക്കാരൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്. അല്ലാതെ മുഖത്തടിച്ച പോലെയാണോ മുതിർന്ന ഒരാളുടെ പ്രായം പോലും അതെ സംസാരിക്കേണ്ട രീതിയാണോ നീ നല്ലതെന്ന് പറയുന്നേ? ഞാൻ നല്ലതെന്നല്ലല്ലോ പറഞ്ഞത്. അവൾ അങ്ങനെയായിരിക്കും ബാലേട്ട വളർന്നത്. അതിൻ്റെ കുഴപ്പങ്ങളാ, അതൊക്കെ പതിയെ മാറിക്കോളും. നമ്മളൊന്നുമില്ലേലും ധർമ്മനെ നോക്കണ്ടേ? ആ പാപവും ഇതിലേക്ക് പെട്ടുപോയതല്ലേ ബാലേട്ട എന്ന് പറയാം. ഇത്രയും നാളും അവൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കാണണമെന്ന് തന്നെയല്ലേ നമ്മളും ആഗ്രഹിച്ചേ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ കാരണം അതിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവൻ എന്തുമാത്രം സങ്കടം ഉണ്ടാക്കും എന്നും കരുതി ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ വെച്ചുകൊണ്ടിരിക്കണമെന്നാണോ നീ പറയുന്ന ഗോമതി എന്ന് ബാലൻ ചോദിക്കുക. ഓ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അവനെപ്പറ്റിയും കൂടി ചിന്തിക്കണ്ടേ? നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവൻ എപ്പോഴും സംസാരിക്കാൻ പറ്റുമോ? അത് സുകന്യയ്ക്ക് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ തന്നെ സുകന്യയെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി അതിനും അവന് പരിധികളില്ലേ? അവൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുവല്ലേ ബാലേട്ട? അവനൊരു പാവമാണെന്ന് ബാലേട്ടനും അറിയാവുന്നതല്ലേ? നമ്മുടെ ഈ ദേഷ്യങ്ങളെല്ലാം അവിടെ തീർക്കും തോറും ആ സുകന്യ അതെല്ലാം ധർമ്മൻ്റെ അടുത്തല്ലേ തീർക്കാൻ പോവുക എന്നൊക്കെ ബാലേട്ടനെ പറഞ്ഞ് ഗോമതി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. ബാലേട്ടൻ ക്ഷമയോടൊന്ന് കാത്തിരിക്കുക. ബാലേട്ടൻ നമ്മൾ ക്ഷമയുള്ള ആളല്ലേ, എല്ലാം ശരിയാകും എന്ന് ബാലേട്ടനോട് ഗോമതി പറയുക. ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറഞ്ഞാൽ ആരാ? നല്ല ക്ഷമയും പക്വതയും ഒക്കെയുള്ള ആളെന്നല്ലേ ഈ നാട്ടിലുള്ളവർ പറയുന്നത്. അത് ഈ വീട്ടിലും കുറച്ചൊക്കെ കാണിക്കുക ബാലേട്ടൻ കണ്ടോ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് ഗോമതി ബാലന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ബാലൻ അങ്ങോട്ട് കയറി പോവുക. അപ്പോൾ ഗോമതി ആകെ പ്രശ്നമായി ആണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ എങ്ങനെ അവസാനിക്കും എൻ്റെ ഈശ്വര, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നും പറഞ്ഞ് ഗോമതി കൃഷ്ണനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അതേസമയം വീടിനകത്ത് മിത്രയും ദേവിയും മീനാക്ഷിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മിത്ര പറയും, ആ ചേച്ചി തീരെ ശരിയല്ല, എനിക്കിപ്പം തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. അവരുടെ സ്വഭാവവും രീതികളും ഒക്കെ ഇവിടെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് മിത്ര പറയാം. അപ്പം മീനാക്ഷി പറയും, അതൊക്കെ നിനക്ക് തോന്നുന്നതാ എൻ്റെ മിത്രേ. കുട്ടി ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിന് പ്രശ്നങ്ങളൊക്കെ കാണും. ചേച്ചിയും ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് ഇണങ്ങുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് മീനാക്ഷി പറയുക. എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മളും മറ്റൊരു വീട്ടിൽ നിന്നല്ലേ ഈ വീട്ടിലേക്ക് വന്നത് എന്നും കരുതി ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മളും എടുത്തടുത്ത് സംസാരിക്കുകയും അവർക്ക് ഒരു ബഹുമാനവും കൊടുക്കാത്ത രീതി പെരുമാറുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് മിത്ര ചോദിക്കുക. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അവരത്ര പാവമൊന്നുമല്ല. എടുത്തടിച്ചുള്ള രീതിയും അഹങ്കാരവും നല്ല തൻ്റെ ഇടവും ഉണ്ട്. അത് മനഃപൂർവ്വം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവർ ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് മിത്ര പറയുക. അപ്പം ദേവിയും പറയും, എൻ്റെ മീനാക്ഷി ഇവള് പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നാലേ അത് ശരിയാവത്തില്ല എന്ന് പറയാം. ദേവിയടുത്തേക്കും ഞാൻ പറയുന്നത് തെറ്റായി തോന്നിയോ എന്ന് മിത്രയപ്പം ചോദിക്കുക. എൻ്റെ മിത്രയെ നീ പറയുന്നതൊക്കെ ശരിയാവാം, പക്ഷേ നമ്മളിപ്പം തന്നെ ഒരാളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? പല രീതിയിൽ നിന്ന് വളർന്നു വന്നിട്ട് ഈ കുടുംബത്തിലേക്ക് കയറി വരുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കും കാണും. അതുകൊണ്ടാവും സുകന്യേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ മുഖത്തടിച്ചു പോലെ ഉള്ളതുപോലെ അങ്ങ് പറയുമെന്നല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന രീതിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ശുദ്ധരായിരിക്കും ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് എന്ന് ദേവി പറയാം. കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം, അത് കഴിഞ്ഞും പ്രശ്നമാണെങ്കിൽ നമുക്ക് എന്തായാലും അവരെ ഒതുക്കാന്നേ എന്നും ദേവി മീനാക്ഷിയും കൂടി മിത്രയോട് പറയാം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന രണ്ടു പേർക്കും മനസ്സിലാകുന്നില്ലല്ലോ, അനുഭവിക്കുമ്പോൾ പഠിച്ചോ. അവരെന്തായാലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് മനഃപൂർവ്വം ശ്രമിക്കുന്നത്. അതെനിക്ക് ഉറപ്പാണ്, അവരുടെ രീതികൾ കാണുമ്പോൾ തന്നെ അറിയാം എന്ന് മിത്ര വീണ്ടും പറയാം. അപ്പോൾ മീനാക്ഷിയും ദേവിയും കൂടി മിത്രയുടെ അടുത്തേക്ക് എന്ന് പറയും, തൽക്കാലം നമുക്ക് അവരോടെ ഒന്ന് ക്ഷമിച്ചേക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ രീതികളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം അവർ നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ അവരെ നമുക്ക് ശരിയാക്കി എടുക്കാം പോരെ എന്ന് മിത്രയുടെ മീനാക്ഷിയും ദേവിയും കൂടി ചോദിക്കുക. അതും മതി. നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാലേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമുക്ക് പറ്റും. നമ്മളെപ്പോലെ ഒരാളാക്കി മാറ്റാൻ നമുക്ക് പറ്റുകയും ചെയ്യും ആ സുകന്യേച്ചിയെ എന്ന് മീനാക്ഷി വീണ്ടും പറയാം. അപ്പം ഇതൊക്കെ കേട്ടോണ്ട് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ സുകന്യ. അപ്പം സുകന്യ മനസ്സിൽ പറയും, നീയൊക്കെ എന്നെ ശരിയാക്കാൻ ഇങ്ങോട്ട് വാടി, നിന്നെയൊക്കെ ശരിയാക്കി ഞാൻ കൈ തരാം. നിൻ്റെയൊക്കെ കൂട്ടുകെട്ടുണ്ടല്ലോ, ഇതാദ്യം ഞാൻ പൊളിച്ചടക്കി 3 ഇടത്താക്കി മാറ്റും, എങ്കിലേ എനിക്കൊരു നിലനിൽപ്പുള്ളൂ. എനിക്കിവിടെ നിലനിന്ന് പോകണമെങ്കിൽ നീയൊക്കെ 3 ഇടത്തായി മുഖത്തോട് മുഖം നോക്കിയാൽ മിണ്ടുപോലും ഇല്ലാത്ത രീതിയിൽ നിൽക്കണം. അതിനെന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ഈ സുകന്യ ചെയ്യും. നീ എൻ്റെ കളികൾ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അതേസമയം ദേവിയുടെ വീട്ടിൽ ഒരു വലിയ ലിസ്റ്റുമായിട്ട് ശ്രീകല ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇതെന്നെ ശ്രീകല ഒരു ലിസ്റ്റൊക്കെ ആയിട്ട് അത് വായിച്ചു നോക്ക് നിങ്ങൾ എന്ന് അപ്പോൾ ശ്രീകല പറയും. 1 കിലോ ഉണക്കമുന്തിരി, 2 കിലോ അണ്ടിപ്പരിപ്പ്, 1/2 കിലോ കുങ്കുമപ്പൂവ്, ഇതൊക്കെ ആർക്കാ? 1
കിലോ നെയ്യ്, നീ ഇതൊക്കെ കുടിച്ച് ജീവിക്കാൻ പോകുന്നേ ഇനി എന്ന് അപ്പോൾ ഉദയഭാനു ശ്രീകലയോട് ചോദിക്കും. ദേ മനുഷ്യ, ഇതൊന്നും എനിക്കല്ല. നെയ്യൊക്കെ കഴിച്ചാലേ കുഞ്ഞ് നല്ല വെളുത്ത് തുടുത്തിരിക്കും, ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവും. നമ്മുടെ ദേവിമോക്ക ഇതൊക്കെ. എൻ്റെ പൊന്നു ശ്രീകലെ, അവിടേക്ക് അവൾക്ക് വേണ്ടതൊക്കെ ആ ആനന്ദ് മേടിച്ചു കൊടുത്തോളും. അല്ലെങ്കിലേ ബാലന് കടയല്ലേ, ബാലൻ കടയിൽ നിന്ന് എടുത്ത് വേണ്ടതൊക്കെ ചെയ്തോളും. നമ്മൾ ഇതൊക്കെ വാരിക്കെട്ടി അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്ന് പറയാം. ദേ മനുഷ്യ, ഞാൻ നിങ്ങളെ വല്ലതും ചെയ്തു പോകും. നമ്മുടെ മോളാ, ഗർഭിണിയാ, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ. ഇതൊക്കെ ആയിട്ട് വേണം നമ്മൾ അവളെ കാണാൻ വീട്ടിലേക്ക് ചെല്ലേണ്ടത്. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ പിന്നെ നമ്മുടെ മോളെ ഒന്ന് പോയി കണ്ടോ? ഇല്ലല്ലോ. അവർക്കൊക്കെ നമുക്ക് നേരത്തെ അറിയാമെന്ന് വിചാരിച്ചിരുന്നാലും നമുക്കറിയാലോ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. അതുകൊണ്ട് എന്തായാലും ഇതൊക്കെ ആയിട്ട് നമുക്കിന്ന് ദേവമംഗലം ഒന്ന് വരാൻ പോകണം. ദേ ഇതിൻ്റെയൊക്കെ വില കൂടി നീ എന്നോടൊന്ന് പറഞ്ഞു താ. 10 രൂപയുടെ പപ്പടം മേടിച്ചിട്ട് കൊടുക്കാൻ കാശില്ലാതെ ആ കടക്കാരനെ ഒളിച്ചു നടക്കുക ഞാൻ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എവിടുന്ന് പോയി എടുത്തുകൊണ്ട് വരാനാ എൻ്റെ സ്ത്രീകളെ? വല്ല കടയിൽ കയറി ഞാൻ മോഷ്ടിക്കേണ്ടി വരും എന്ന് ഉദയഭാനു പറയാം. ഇത്രയും ചെറിയൊരു ചിലവ് പോലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലേ? ഇനി ഇതിലും വലിയ ചിലവുകളാണ് വരാൻ പോകുന്നത്. 7 മാസം കഴിയുമ്പം പൊങ്കാല ഇട്ടുകൊണ്ട് നമുക്ക് ദേവിമോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണം. ആദ്യത്തെ പ്രസവമേ പെൺവീട്ടുകാരുടെ ചിലവാണ്. അതുകൊണ്ട് നമ്മൾ വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ. അതുമാത്രമോ, അതിനുശേഷം ഹോസ്പിറ്റൽ ഒരു 5 സ്റ്റാർ റേറ്റുള്ള ഹോസ്പിറ്റലിലെങ്കിലും നമ്മൾ പോകണം. അതിനെന്താ പറയുക, 5 സ്റ്റാർ ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ ഉദയേട്ടാ പറയുന്നത്? അവിടെ വേണം ദേവിമോളെ കാണിക്കാൻ. 5 സ്റ്റാർ ഹോസ്പിറ്റലിലോ? നീ എന്തൊക്കെയാണ് ശ്രീകല ഈ പറയുന്നേ? അവിടെ എത്ര വല്ല രൂപയാകുമെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഒരു 5-6 ലക്ഷം രൂപയാകുമായിരിക്കും. ഒരുപാട് കോടീശ്വരനായ നിങ്ങൾക്ക് അതൊക്കെ നിസ്സാരമല്ലേ? നിങ്ങൾ എന്തൊക്കെയാ ആ ദേവമംഗലത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? നമുക്ക് ഇഷ്ടംപോലെ തോട്ടങ്ങൾ, ഫാക്ടറികളുള്ള നമ്മൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ദേവിയും കൊണ്ട് പോകാൻ പറ്റുമോ? നമുക്ക് വലിയ ഹോസ്പിറ്റലല്ലേ പോകാൻ പറ്റുള്ളൂ. ദൈവമേ, ഈ ചിലവുകളൊക്കെ നമ്മൾ വേണം നോക്കാൻ. അതൊക്കെ ആ ബാലനും ആനന്ദും കൂടി നോക്കിക്കോളൂ. ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് ഇപ്പോഴേ നമ്മൾ നോക്കാമെന്നൊന്നും നീ അവിടെ എടുത്തുപോയി പറഞ്ഞേക്കരുത് എന്ന് ശ്രീകലയോട് പറയാ. അതെങ്ങനെയാ മനുഷ്യ ശരിയാകുന്നേ? നമ്മൾ വേണം ഇതൊക്കെ നോക്കാൻ. അല്ലെങ്കിൽ ഇതൊക്കെ ദേവിക്ക് തന്നെ ക്ഷീണം. അതൊക്കെ അപ്പത്തെ കാര്യമല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇതൊക്കെ പോയി മേടിച്ചുകൊണ്ട് വാ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊന്നും തോന്നില്ലെങ്കിലും ഉണ്ടാവണ്ടേ എന്ന് ശ്രീകല പറയാം. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഞാൻ എവിടെ പോയി മേടിക്കാനോ? 1 കിലോ ഉണക്കമുന്തിരിയുടെയൊക്കെ ഇന്നത്തെ വിലയ്ക്ക് എത്ര രൂപ വേണം? ഇവളിതൊക്കെ എഴുതി കൂട്ടിയാൽ മതിയല്ലോ. ഞാൻ വേണം ഏതെങ്കിലും കടകളിലൊക്കെ കയറി തെണ്ടിത്തിരിഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കാൻ. ആരെൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഉദയഭാനു സങ്കടപ്പെട്ടിരിക്കുവാണേ. അതേസമയം അനു ആണെങ്കിൽ ആലോകമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആലോക ചോദിക്കും, നിനക്കെന്നെ ഇപ്പോൾ ഒന്ന് വിളിക്കാൻ പോലും സമയമില്ലല്ലോ അനു എന്ന് ചോദിക്കുക. ആലോക, നീ ആവശ്യമില്ലാത്തത് പറയരുത്. ഈ വീട്ടിലെ എൻ്റെ അവസ്ഥ അറിയാലോ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നേ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലേ വലിയ പ്രശ്നമാകും എന്ന് പറയാ. നമ്മുടെ കാര്യം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് നീ ചിന്തിക്കുന്നേ എന്ന് ആലോകനോട് ചോദിക്കുക. അതൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. ഇവിടെ നിന്റെ വീട്ടിൽ നീ ഒന്ന് അവതരിപ്പിക്കാൻ മേലായിരുന്നോ? നന്നായിരിക്കും. കൃഷ്ണമംഗലത്തുള്ള ആലോകനെ ഞാൻ സ്നേഹിക്കുന്നു എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. മാമൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നിങ്ങളുണ്ടാക്കിയ പ്രശ്നം പോലും ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഇവിടെ അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. നന്നായിരിക്കും. എന്നെ എല്ലാവരും കൂടി മണ്ഡപം ഒരുക്കി കൈ പിടിച്ച് നിൻ്റെ കയ്യിലോട്ട് ആനയിച്ച് കൊണ്ട് തരും എന്നാണോ ആലോകം നീ കരുതി വെച്ചിരിക്കുന്നത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ഐഡിയ നീ തന്നെ കണ്ടുപിടിക്കണം. നിനക്ക് കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ നമ്മുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ചോദിക്കുവാണേ. അപ്പോൾ ആലോകം ചോദിക്കും, എങ്ങനെയുണ്ട് സുകന്യേച്ചി എന്ന് ചോദിക്കുക. അവരത്ര പാവമായിട്ട് എനിക്കും തോന്നുന്നില്ല. നല്ല ദുഷ്ടതയുള്ള ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലായിരുന്നു ഇവിടുത്തെ പെരുമാറ്റമൊക്കെ എന്ന് പറയാണ്. അപ്പം ഇതെല്ലാം കേട്ടോണ്ട് സുകന്യ അങ്ങോട്ട് വരുക. ഞാൻ ദുഷ്ട പോലും അല്ലേടി, എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീയൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് സുകന്യ മനസ്സിൽ പറയുകയാണേ. അപ്പോൾ സുകന്യ അകത്തേക്ക് കയറി വരുമ്പം അനുവിനോട് ചോദിക്കും, അല്ല മോൾ ആരെയാണ് വിളിക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, ആലോകിനെ വിളിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടോ എന്ന് ചോദിക്കുക. അത് ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ ചേച്ചി. ആ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ ആലോകിനെ വിളിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ബന്ധങ്ങളാലേ? നിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടടി ഞാനും വന്നത്. നീയും ആലോകും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമേ ഈ
സുകന്യയ്ക്കുണ്ട് എന്ന് സുകന്യ മനസ്സിൽ പറയാം. എന്താ ചേച്ചി ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, മോളുടെ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചും കൂടി പിന്നിലല്ലേ ഞാനൊക്കെ പഠിച്ചു വളർന്നതേ. ഞങ്ങളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ തന്നെ വീട്ടുകാർക്ക് അതൊന്നും ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ അടുപ്പവും ഇഴക്കവും കാണിക്കുന്ന നിങ്ങളൊക്കെ ബെസ്റ്റിയാണ് പോലും. അതിനെപ്പറ്റി ആലോചിച്ച് ഞാനൊന്ന് ചിന്തിച്ച് പോയതാ എന്ന് പറയാം. അല്ല ചേച്ചി, ഇത് വീട്ടിൽ ആരോടും പറയല്ലേ. ഞാൻ ആലോകിനെ വിളിച്ചു എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും എന്നെ ഈ നിമിഷം ഇവിടുന്ന് വേണേ ഇറക്കി വിടും എന്ന് പറയാം. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? മോള് ആലോകിനെ വിളിക്കുകയോ അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയോ ഒക്കെ ചെയ്തോ. എന്തായാലും ചേച്ചിയുടെ ഫുൾ സപ്പോർട്ട് മോൾക്കുണ്ടാകും. ഒന്നുമല്ലേലും എൻ്റെ ബന്ധുവല്ലേ ആലോക്. അവന് മോളുടെ ഭർത്താവായി വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാം. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നേ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ലെന്നേ. ഞാൻ നല്ല സുഹൃത്ത് മാത്രം അവൻ്റെ. അല്ല, സുഹൃത്ത് ബന്ധം മാറി ഇനി അങ്ങനൊരു ബന്ധം കൂടായികയില്ലല്ലോ. അങ്ങനെ വന്നാലും ഈ ചേച്ചി എല്ലാ സപ്പോർട്ടുമായിട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയണേ. എന്നിട്ട് അനുശ്രീനെ കെട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം അനുശ്രീ പറയും, ചേച്ചി ഇത്ര നല്ലൊരാളാണെന്ന് എനിക്ക് കരുതിയില്ല കേട്ടോ. ചേച്ചിയുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പം ഞാൻ കരുതിയത് ഒരു പ്രശ്നക്കാരി ആകുമെന്നാ. അപ്പം സുകന്യ മനസ്സിൽ പറയും, യഥാർത്ഥ പ്രശ്നക്കാരി ആരാന്ന് നീയൊക്കെ കാണാൻ പോകുന്നേ ഉള്ളടി എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ ഇന്ദ്രാമ്മ ഓരോ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ 2 മരുമക്കളും കൂടെയുണ്ട്. അപ്പം നന്ദിനി ചോദിക്കും, അമ്മയുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? 2-3 ദിവസമായിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല നന്ദിനി. അപ്പോൾ രാജശ്രീ ചോദിക്കും, ഇനി എന്നെ അമ്മയ്ക്ക് സമാധാനത്തിന് ഇത്ര പ്രശ്നം? ഒന്നുമില്ലേലും ധർമ്മൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? അതായിരുന്നല്ലേ അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷൻ. കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷേ ആ പെൺകുട്ടിയെ പറ്റി ഒരു വിവരങ്ങളും നമുക്ക് അറിയില്ലല്ലോ. സുകന്യയുടെ വീട്ടുകാരെ പറ്റി ഒരു വിവരവും അറിയില്ല. ആകെ അറിയാവുന്ന കാര്യം രാജശ്രീയുടെ ബന്ധുവാണെന്ന് മാത്രമാണ്. അച്ഛനോ അമ്മയോ കുടുംബക്കാരോ ഒക്കെ എങ്ങനെയുള്ളവരാണെന്നോ ആരാണെന്നോ ഒന്നും അറിയില്ലല്ലോ. അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് എന്ന് നമ്മുടെ ഇന്ദ്രാമ്മ പറയൂട്ടോ. ഇത് കേൾക്കുമ്പം ചെറുതായിട്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രാജശ്രീ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.